നമ്മളെ കുട്ടികൾ കൂടെ ഇറങ്ങി പോകണമല്ലേ. ഇതാരും ഇതാക്കാൻ വേണ്ടി പറയുന്നതല്ല, ഇത് പൊതുവായിട്ടുള്ളൊരു പ്രശ്നമാണത്. അപ്പോൾ പുത്തൻകുളം റോഡിൻ്റെ ചാല് ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. അത് വേണ്ടപ്പെട്ടവർ കാണുകയും നമ്മളെ പഞ്ചായത്ത് വാർഡ് മെമ്പർ എത്തിയിട്ടുണ്ട്, പുഷ്പ ചേച്ചി. ഇതന്നെ പണി. അല്ല പുഷ്പ ചേച്ചി, ഇതെന്തറിയോ, ഇത് നമുക്ക് ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പ്രതികരിക്കുമ്പോഴാണ്. ഇപ്പൊ വന്നല്ലോ നിങ്ങൾ. ആ മതി. ആ തീർച്ചയായിട്ടും ഉണ്ടാക്കണം അത്. നമസ്കാരം, ഞാൻ മധു തച്ചമ്പാറ. നമ്മുടെ പുത്തൻകുളം ഭാഗത്ത് ഈ റോഡുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നിരന്തരമായിട്ട്. അപ്പോൾ ഇവിടെ വെള്ളക്കെട്ടാണ്, ഇവിടെ ചാലൊന്നുമില്ല, ഇവിടെയുള്ള എല്ലാ വീട്ടുകാർക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വെള്ളം പോകാൻ വേണ്ടി ഞാൻ ചാലെടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത്. അപ്പോൾ നമ്മുടെ വാർഡ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ വാർഡ് നമ്പർ നമ്മളെ പുഷ്പ ചേച്ചിയാണ്. പുഷ്പ ചേച്ചി ഈ പ്രദേശത്തുള്ള വെള്ളക്കെട്ട് ചാലിൻ്റെ എല്ലാവിധ കാര്യങ്ങളും ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഇവിടെയുള്ള ജനങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ അനുമാനിച്ച് ഒരു മീറ്റിങ്ങൊക്കെ കൂടി ഇവിടെയുള്ള എല്ലാവർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചാല് നിർമ്മിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിനിറങ്ങിയതിന് ഒരു തീരുമാനമായിട്ടുണ്ട്. എന്തായാലും നമ്മൾ പുഷ്പ ചേച്ചിയുണ്ട്, ഇതിനെപ്പറ്റി എന്താണ് എങ്ങനെയാണ് ചെയ്തു തരുന്നതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ. പുത്തൻകുളത്തിൻ്റെ ഈ പ്രദേശത്തിൻ്റെ വിഷയം ഒരുപാട് കാലമായിട്ട് ജനങ്ങൾ പറയുന്നതാണ്. ഇതിൻ്റെ മുന്നുള്ള ഭരണസമിതിയോടും ഒക്കെ ആളുകൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഇവിടെ ഒരു തീരുമാനമായിട്ടില്ല. പിന്നെ പല വീടുകളുടെയും മുൻഭാഗത്ത് എടുക്കാൻ സമ്മതിക്കാത്തൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും അടുത്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തി, അതായത് അടുത്ത ദിവസം തന്നെ തൊഴിലുറപ്പിൽ ഉൾപ്പെടുത്തി നമ്മളിവിടെ ഒരു ചാലുണ്ടാക്കും. അതിനുശേഷം വലിയൊരു പദ്ധതിക്ക് തുടക്കം കുറിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്.